ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് വന്നത്. നമുക്ക് ഈ ഡ്രിങ്ക് ഇഫ്താറിൻ്റെ ടൈമിലും അല്ലെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടെല്ലാം യൂസ് ആക്കാം. അടിപൊളി ഡ്രിങ്കാണ്. അതിന് വേണ്ടി ഞാനൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഓവറാക്കിയിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുങ്ങനെ ഒന്ന് തിളച്ചാൽ മതി, അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പഞ്ചസാര വേണ്ടുന്നത് അതിനനുസരിച്ചെടുക്കുക. ഞാനിപ്പോൾ 2 കപ്പിന് വേണ്ടി 6 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതലിടാം. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാലിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം. കുറവാണെങ്കിൽ അധികം കുറവായാലും ഡ്രിങ്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് വേണ്ടി കസ്റ്റാർഡ് പൗഡർ വേണം. അങ്ങനെ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 2 കപ്പിന് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡാണ് വേണ്ടുന്നത്. ഇത് അപ്പാടങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം. നന്നായിട്ടൊന്ന് കട്ട പിടിക്കാത്ത രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. കസ്റ്റാർഡ് പെട്ടെന്ന് കട്ട പിടിച്ചു. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റാർഡ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കട്ടപ്പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം ഞാൻ 2 കപ്പിന് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് എടുത്തിരിക്കുന്നത്. കസ്റ്റാർഡ് കൂടിപ്പോയത്, അപ്പോൾ നമുക്ക് ലൂസായി കിട്ടൂല, നല്ല ടൈറ്റായി പോവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. നമ്മൾ മിക്സീൻ്റെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് ഈ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂട് പോയിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട്. കസ്റ്റാർഡ് പൊടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടൂല, ഭയങ്കര തിക്കായി പോവും. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ആപ്പിൾ എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, സബ്ജ സീഡ്സും എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് പൊതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. നട്ട്സ് ഇഷ്ടമുള്ളതൊക്കെ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെയുള്ള സൂപ്പർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻസിലൂടെ പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.